സെൻസസ് നടപ്പിലാക്കി സാമൂഹിക നീതി ഉറപ്പാക്കാനുള്ള ബാധ്യത, ധാർമ്മികത കേരളത്തിലെ ഇടത് സർക്കാരിനുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു നവകേരളം കെട്ടിപ്പടുക്കേണ്ടത് സവർണതയുടെ അടിത്തറയിലാകരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് സാമൂഹിക നീതിയുടെ അടിത്തറയിലാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 10,000-കണക്കിന് KPMSന്റെ സന്നദ്ധപരന്മാർ അണിനിരക്കുന്ന KPMSന്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി തുമ്പല ശ്രീകുമാർ നിർബന്ധിതമായ ഒരു പ്രക്ഷോഭത്തിനാണ് ഇന്ന് KPMS തലസ്ഥാന നഗരിയിൽ സംഘടിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം ജാതി സെൻസസ് നടപ്പിലാക്കണം എന്നതാണ്. നമുക്കറിയാം, ബീഹാറിലെ നിതീഷ് കുമാർ ഗവൺമെൻറ് രാജ്യത്ത് ആദ്യമായി ജാതി സെൻസസ് നടപ്പിലാക്കിയ ഗവൺമെൻറ്റാണ്. ബീഹാർ സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കി സെൻസസ് വിവരങ്ങൾ പുറത്തുവിട്ടതോടുകൂടിയാണ് നമ്മുടെ രാജ്യത്ത് ജാതി സെൻസസ് എന്ന ആവശ്യം വളരെ സജീവമായി ഉയർന്നു വന്നത്. അതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ബീഹാറിലെ ജനസംഖ്യ 13 കോടിയാണ്. 13 കോടി ജനസംഖ്യയിൽ അതിപിന്നോക്കരും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും മതന്യൂനപക്ഷങ്ങളും പട്ടിക വിഭാഗങ്ങളും എല്ലാം കൂടി ചേർന്ന് 80%-ലധികം പിന്നോക്ക വിഭാഗങ്ങളാണ് ബീഹാറിലുള്ളതെന്ന് ബീഹാറിലെ ജാതി സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പുറത്തു വന്നു. അങ്ങനെ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ പരിരക്ഷ പുനഃക്രമീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി ബീഹാർ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്കറിയാം, ഏറ്റവും ഒടുവിലായി ആന്ധ്രാപ്രദേശിലെ ജഗ്മോഹൻ റെഡ്ഡിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ 2003 ഏപ്രിൽ മാസം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റിന് നൽകി. കേന്ദ്ര ഗവൺമെന്റ് താല്പര്യമെടുക്കില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ജനുവരി മാസം 19-ാം തീയതി ആന്ധ്രാപ്രദേശിൽ ജാതി സെൻസസ് ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി ജഗ്മോഹൻ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ആന്ധ്രാപ്രദേശിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ സാമൂഹിക നീതിയുടെ പക്ഷം ചേരുകയാണ്. അത് ചേരുമ്പോഴാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, പുരോഗമന ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ജാതി സെൻസസിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. നമുക്കറിയാം, 2019 ജനുവരി മാസം 8-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ പൊടുന്നനെ ഒരു ബില്ല് എത്തുകയാണ്. നമ്മുടെ എംപിമാരുടെ 323 പേർ പിന്തുണച്ച ആ ബില്ല് നിയമമായി നമ്മുടെ രാജ്യത്ത് വന്നു. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പരിരക്ഷ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി, സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബില്ല് വന്നത്. രാജ്യസഭ കൂടി പാസാക്കിയപ്പോൾ അത് നിയമമായി മാറി. നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണച്ചു. പിന്തുണയ്ക്കാത്തവരെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലെ 2 എംപിമാർ, മുസ്ലിം ലീഗിന്റെ 2 എംപിമാർ, ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആസാദ് ഓവൈസി, 3 പേരാണ് എതിർത്തത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ബില്ലിനെ എതിർത്തു. അവർ പറഞ്ഞു, മാനദണ്ഡങ്ങളിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാനദണ്ഡങ്ങൾ ഇപ്പോ മുന്നോക്ക സംവരണത്തിന്റെ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് മാനദണ്ഡം? മുന്നോക്ക സമുദായത്തിലെ ഒരു ദരിദ്രനെ നിർണയിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡം വാർഷിക വരുമാനം 8 ലക്ഷം രൂപയാണ്. 8 ലക്ഷം രൂപയെ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 8 ലക്ഷം ഡിവൈഡഡ് ബൈ 12, ഒരു മാസം അവരുടെ വരുമാനം 65,000 രൂപയാണ്. 5 ഏക്കർ കൃഷിയിടമാകാം. നഗരപ്രദേശങ്ങളിൽ 1000 സ്ക്വയർ ഫീറ്റ് ടെറസ് ബിൽഡിംഗ് ആവാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വാർഷിക വരുമാനം 8 ലക്ഷം രൂപ, 5 ഏക്കർ കൃഷിയിടം, നഗരപ്രദേശങ്ങളിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് ഒരു ദരിദ്രന്റെ മാനദണ്ഡമാണ്. രാജ്യത്തെ പട്ടികജാതിക്കാരെ സംബന്ധിച്ച്, പട്ടികവർഗങ്ങളെ സംബന്ധിച്ച്
ഇക്കാലം ഇത്രയും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പലതരത്തിലുള്ള പരിരക്ഷകൾ ഏർപ്പെടുത്തിയിട്ടും മുന്നോക്ക സമുദായത്തിലെ ഒരു ദരിദ്രനാകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ച് ഒരു ദരിദ്രനാകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ശാപം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു, മാനദണ്ഡങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ദീർഘമായ ചർച്ചകളിലൂടെ വേണം അത് നടപ്പിലാക്കാൻ. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, കേന്ദ്രം ആവിഷ്കരിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച കേരളം രാജ്യത്താദ്യമായി ഏറ്റവും ആദ്യം മുന്നോക്ക സംവരണം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളം നടപ്പിലാക്കി. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് മുന്നോക്ക സംവരണം നടപ്പിലാക്കുന്നതിലൂടെ സമൂഹങ്ങൾ തങ്ങളിലുള്ള വലിയ വിള്ളലുകൾ ഉണ്ടാകുകയാണ്. സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ ഒരു സഹവർത്തിത്വത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി നമ്മുടെ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന ഒരു സാമൂഹിക നീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു, മുന്നോക്ക സംവരണം നടപ്പിലാക്കിയ സംസ്ഥാനം ഒരു പഠനം നടത്താൻ തയ്യാറാകണം. ആശയ വ്യക്തതയില്ലാതെ ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വം ദേശീയ തലത്തിൽ ഇതിനെ പിന്തുണച്ചുവെങ്കിലും ഇന്ന് ആശയ വ്യക്തതയില്ലാതെ നിലനിൽക്കുകയാണ്. ദേശീയ തലത്തിൽ മുന്നോക്ക ജാതി സംവരണം നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ച, പ്രമേയം പാസാക്കി പ്രഖ്യാപിച്ച പാർട്ടിയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡൽഹിയിൽ ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുന്നവർ കേരളത്തിൽ വന്നാൽ അത് പറയാൻ തയ്യാറാകുന്നില്ല. രാഹുൽ ഗാന്ധി പറയുന്നത് ജാതി സെൻസസ് എന്ന് പറയുന്നത് നാടിന്റെ സ്കാനാണ്. ഈ നമ്മുടെ നാടിനെ ജനങ്ങൾക്ക് അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാമൂഹിക വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളമാണ് അതിന്റെ ആഘാതമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ സ്ഥിതിവിവര കണക്കുകൾ നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു സ്കാനാണ് എന്നാണ് പറയുന്നത്. അത് രാഹുൽ ഗാന്ധി പറയുമ്പോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 2017 ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കർണാടക. കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയാണ്. ഇപ്പൊ സിദ്ധാരാമയ്യ ഗവൺമെന്റിലെ സീനിയർ ആയിട്ടുള്ള 2 മന്ത്രിമാർ, ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് 3 പേരും മുഖ്യമന്ത്രിക്ക് നിവേദനം ഒപ്പിട്ട് നൽകിയിരിക്കുകയാണ്. വെളിപ്പെടുത്തരുത്, കണക്കുകൾ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ BJPയും കോൺഗ്രസും ജാതി സെൻസസിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നതിൽ അവർക്ക് രാഷ്ട്രീയമില്ല. നിങ്ങൾക്കറിയാം, കർണാടകയിലെ 2 പ്രധാനപ്പെട്ട സമുദായങ്ങളാണ് ഒക്കലിംഗയും ലിംഗായത്തും. കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ BJP MLA ഒപ്പിട്ട നിവേദനത്തിൽ രാഷ്ട്രീയം മറന്ന് ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖ്വീർ സിംഗ് സുഖു, ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു. ഹിമാചൽ പ്രദേശിൽ 60% മുന്നോക്കക്കാരാണ്. അവിടെ ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോ ദേശീയ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വം കുറച്ചുകൂടി പറഞ്ഞാൽ RSS പറയുന്നു ജാതി സെൻസസ് നടപ്പിലാക്കാൻ പാടില്ല. ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ ഹൈന്ദവ ഏകീകരണത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, 90കളിൽ ലോകത്താകെ ഉണ്ടായ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി നമ്മുടെ രാജ്യം മാറി. 90കളിൽ ആവിഷ്കരിച്ച ആ സാമ്പത്തിക നയങ്ങളുടെ നമുക്കറിയാം, ത്രിമൂർത്തികളെ പോലെ അവതരിച്ച ആഗോളവത്കരണം, സ്വകാര്യവത്കരണം, ഉദാരവത്കരണം. അതിൽ ഏറ്റവും പ്രാമുഖ്യം കിട്ടിയ നയം എന്ന് പറയുന്നത് സ്വകാര്യവത്കരണമാണ്. ഇപ്പൊ നമ്മുടെ കേരളം തന്നെ പരിശോധിച്ചാൽ ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ കയ്യിലാണ്. തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ കയ്യിലാണ്. ഏഷ്യയിലെ തന്നെ വലിയ വികസന സാധ്യതയുള്ള, തീരത്തോട് ചേർന്ന് ആഴക്കടലുള്ള, വരും നാളുകളിൽ ഈ നാടിന്റെ വലിയ വികസനം സാധ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം തുറമുഖം അദാനിയാണ് നടത്തുന്നത്. സ്വകാര്യവത്കരണ പ്രക്രിയയിൽ സ്വകാര്യ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, സംരംഭകരെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരുകൾ കൊടുക്കുന്നതെല്ലാം പൊതുമുതലാണ്. അത് ലാൻഡ് ആണെങ്കിലും, ക്യാപിറ്റൽ ആണെങ്കിലും, എനർജി ആണെങ്കിലും.
ഈ കടലും കടലോരവും അന്തരീക്ഷവും എല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയാണ്, സ്വകാര്യവത്കരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ നാടിന്റെ പൊതുമുതലാണ്, നമുക്ക് കൂടി അവകാശപ്പെട്ടതാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ മേഖലയിൽ സംവരണം നിഷ്കർഷിക്കാത്തതുകൊണ്ട്, നിയമപരമായ പരിരക്ഷയില്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ വികസിച്ചു വരുന്ന സ്വകാര്യ മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല.